ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആയിട്ട് നമുക്ക് ഓഫാണ്. അപ്പം ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അസ്ഡയിലോട്ട്. അസ്ഡ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ മാർക്കറ്റാണ്. എല്ലാ ആഴ്ചയിലും നമ്മൾ അവിടെ പോയാണ് വാങ്ങിക്കാറ്. ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചു വെക്കലും പതിവ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴെങ്കിൽ നല്ല മഴയില്ല, ചെറിയൊരു ചാറ്റൽ മഴയും പിന്നെ നല്ല തണുപ്പും. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. നടന്ന് അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ബസ് കയറി പോകണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ ബസ് കയറി പോകും. മഴയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ നടന്നു നോക്കുകയാണ് പതിവ്. നമ്മുടെ ഒപ്പം രണ്ടുപേരും കൂടി ഉണ്ട്, അവരോട് കൂടി ചോദിച്ചു നോക്കാം നമുക്ക്. കൂടെയുള്ള രണ്ടുപേർക്കും വീഡിയോയിൽ വരാൻ മടിയായതുകൊണ്ട് ഞാൻ കാണിക്കണില്ല കേട്ടാ. ആ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ട് രണ്ടെണ്ണോ കള്ളന്മാരെ പോലെ. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, ഇവിടെ ലിഫ്റ്റിംഗ് ബ്രിഡ്ജ് ഉണ്ട്. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ ഉള്ള അയൺ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവം. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ വണ്ടികളൊക്കെ നിർത്തും. ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്. ഈ സിഗ്നല് പിന്നെ ഈ ബാരിയറൊക്കെ അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ട് വണ്ടികളൊക്കെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഇത് രണ്ട് പീസായിട്ടാണ് റോഡ് പൊങ്ങാന്നായിരുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, ഒരൊറ്റ പീസാണ്. ഫുൾ അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്ത് അപ്പുറത്ത് ആ സൈഡിലോട്ട് അങ്ങോട്ട് വെക്കും, അതിൻ്റെ കഴിഞ്ഞ ദിവസം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ ഈ വഴിക്ക് വന്നപ്പോൾ ഇവിടെ പാലത്തും വന്നിട്ട് ഇവിടെ ഷിപ്പ് എടുക്കുന്നുണ്ടായിരുന്നു ഈ പുഴയിൽ. അപ്പം അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു. ആ സമയത്ത് ഒരു ഗാർഡ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കല്ലേ, ഇതിപ്പോൾ ലിഫ്റ്റ് ചെയ്യാൻ പോണ്, റോഡിൻ്റെ ഒരു സൈഡിലോട്ട് മാറിക്കാൻ പറഞ്ഞു. ഇപ്പം ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, വീഡിയോ കാണിക്കണതിന് മുന്നായിട്ട് ഈ പാലത്തുമ്പോൾ തന്നെ നമുക്ക് കാനറി വാർഫിൻ്റെ ഒരു ഫുൾ സൈഡ് നമുക്ക് ഫുള്ള് കവർ ചെയ്ത് കിടന്ന് കാണാം. അതുപോലെ തന്നെ അപ്പർ സൈഡാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ O2 ആണ്. ഈ ഷിപ്പിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് അവിടെ നിൽക്കണ സേഫ് ഗാർഡ് എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കല്ലേ, ഇവിടെ നിന്ന് മാറി നിൽക്കണം, ഈ ബ്രിഡ്ജ് ലിഫ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട്. ഞാൻ വേഗം അങ്ങോട്ട് മാറിക്കൊടുത്തപ്പോൾ തന്നെ ഞാൻ മാറിക്കൊടുത്ത് എനിക്ക് വേണമെങ്കിൽ അവിടെ അങ്ങോട്ട് വീട്ടിക്കുമായിരുന്നു. പക്ഷേ ഈ സംഭവം കാണുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ലിഫ്റ്റ് ചെയ്യണത് കാണുന്നത്. ഇവിടെ നിന്ന് കുറച്ച് നേരം ടൈം എടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് എടുത്ത്. ഇതിലിപ്പോൾ പെട്ടെന്ന് ബ്രിഡ്ജ് പൊങ്ങിപ്പോണായിട്ട് കാണും. പക്ഷെ അങ്ങനെയല്ല, വളരെ സ്ലോ ആയിട്ടാണ് ഈ ബ്രിഡ്ജ് ഇങ്ങനെ പൊങ്ങിപ്പോയത്. ഒരു ടോട്ടൽ ഒരു 15 മിനിറ്റ് എങ്കിലും എടുത്തിട്ടുണ്ട് ലിഫ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് താഴ്ത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഷിപ്പ് വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യണത്, വളരെ കെയർഫുള്ളായിട്ട്. അത് മൊത്തം പൊക്കി കഴിഞ്ഞ് അവിടെ നിർത്തിയിട്ടാണ് ഷിപ്പ് അവിടെ നിന്ന് എടുക്കുന്നത് കേട്ടോ. ഈ ഷിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നിർത്തിയപ്പോഴേക്കും ഒരു 2 കിലോമീറ്റർ ബ്ലോക്ക് ആയിട്ടുണ്ട് അവിടെ. നമ്മൾ 3 പേരും ഇവിടെ നടന്നങ്ങനെ അസ്ഡ എത്തിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഓളം നടന്നു ഇപ്പം. പിന്നെ അതേ ഈ കാണുന്നത് ഇവിടുത്തെ കാർ പാർക്കിംഗ് ആണ്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇപ്പം ഈ സൈഡിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ട്. അസ്ഡയുടെ അപ്പുറത്തെ സൈഡിലും ഇത്രയും സ്പേസ് ഉണ്ട്. പിന്നെ അവിടെ ബസ് സ്റ്റേഷൻ, പിന്നെ അതേ പെട്രോൾ പമ്പ്, ഇതൊക്കെ തൊട്ടടുത്തടുത്ത് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള ട്രോളിയാണ്. ഇത് എടുക്കണമെങ്കിൽ ആ റെഡ് സംഭവം കണ്ട, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കോയിൻ ഇട്ട് കൊടുക്കണം, എന്നാലും അത് ലോക്ക് മാറുള്ളൂ. നമ്മുടെ കയ്യിൽ കോയിൻ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല എന്ന് വെച്ച് നമ്മൾ വിഷമിച്ച് ഇനിയിപ്പോൾ ബാസ്ക്കറ്റിൽ തന്നെ എടുക്കാമെന്ന് വെച്ച് തിരിഞ്ഞ് വരികയല്ല. അപ്പം തന്നെ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് വേണമെങ്കിൽ എൻ്റെ ട്രോളി തരാൻ, നീ തിരിച്ചു വരുമ്പോൾ എനിക്ക് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ അതിലിട്ട 1 പൗണ്ടിൻ്റെ കോയിൻ തിരിച്ച് അതിൽ ലോക്ക് ചെയ്യുമ്പോൾ അത് തിരിച്ച് കിട്ടും. അങ്ങനെയാണ് പുള്ളിക്കാരൻ തരണത് കേട്ടോ. അപ്പോൾ ആ വണ്ടി നമുക്ക് തന്നു. ഇനിയിപ്പോൾ ട്രോളി ഒന്തി നമുക്ക് അകത്തേക്ക് പോവാം. പിന്നെ പർച്ചേസിന് മുന്നേ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. നമ്മൾ ആമസോണിൽ നിന്നൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എല്ലാവരും പോസ്റ്റ് ഓഫീസിലും റോയൽ മെയിലിലൊക്കെയാണ് കൊണ്ട് കൊടുക്കുക. എനിക്കും ഇത് അറിയില്ലായിരുന്നു. സാധാരണപ്പോഴാണ് ഞാൻ അറിയണത്. അസ്ഡയിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും, നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും സാധനങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കണമൊക്കെ. ഇതിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച എന്തോ ഒരു ഹെയർ എന്തോ സംഭവമാണ്, എനിക്കറിയില്ല. അവൾ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തു നമ്മ പർച്ചേസിങ്ങിന് മുന്നേ ആയിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വന്നപ്പോൾ ആൾ പറഞ്ഞ് ആമസോണിൻ്റെ എന്തോ സെർവർ ഇവിടെ കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഇവിടെ കൊണ്ടുവരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ട, അതുപോലെ തന്നെ ലേബൽ ഒട്ടിക്കേണ്ട. അസ്ഡയിൽ കൊടുക്കണമെങ്കിൽ അവർ തന്നെ സ്കാൻ ചെയ്തെന്തോ നേരിട്ട് അയച്ചോളും. അപ്പം നമ്മുടെ പ്ലാൻ മാറ്റി നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ വിടാന്നുള്ള പ്ലാനിൽ തിരിച്ചു പോകുന്നു. ഇപ്പോൾ പാക്ക് ചെയ്യണം, അതിൻ്റെ ഒക്കെ ടാസ്കുകളുണ്ട്. പിന്നെ ഈ കാണുന്ന അസ്ഡയിൽ തന്നെയുള്ള കഫേയാണ്. അതായത് ഇതിൻ്റെ നേരെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കഫേ. നല്ല സ്പേസ് ഒക്കെ ആയിട്ട് നമുക്കിപ്പോൾ 2-3 പേരൊക്കെ ആയിട്ട് വരുമ്പോൾ ആർക്കെങ്കിലും കോഫി കുടിക്കണമെങ്കിലോ ഭക്ഷണം കഴിക്കണമെങ്കിലൊക്കെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക. ആ ടൈം കൊണ്ട് നമുക്ക് പോയി അവിടെ പർച്ചേസിങ് ചെയ്യാം. ഈ അസ്ഡയുടെ സ്റ്റോർ കുറച്ച് വലുതായതുകൊണ്ട് ഒരു സെക്ഷൻ ഡ്രസ്സിൻ്റെ ഉണ്ട്. എല്ലാ സ്റ്റോറുകളിലും ഇത് അവൈലബിൾ അല്ല. നമുക്ക് ഫ്രൂട്ട്സ് തന്നെ എടുത്ത് തുടങ്ങും ആദ്യം. ഇപ്പോൾ ആദ്യം ബനാന എടുത്തത് നമ്മുടെ നാട്ടിലെ റോബസ്റ്റ് പഴം. ഇവിടെ 94 പെൻസ്, നാട്ടിലെ 95 റുപ്പീസ്. ഒരു 1/2 കിലോളം 1/2 കിലോ ഉണ്ടാവുള്ളൂ. ഇനി ഇന്ത്യൻ റുപ്പീസിൽ ഞാൻ റേറ്റ് പറയൂല, ഞാൻ പൗണ്ടിൽ പറയാം. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തോട്ടോ.
ചിക്കൻ സ്കിന്നുള്ളത്, സ്കിൻലെസ്, കട്ട് ചെയ്തത്, കട്ട് ചെയ്യാത്തത്, എങ്ങനത്തെ വേണമെങ്കിലും കിട്ടും. ഇതിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവൂലേ, പല ടൈപ്പിലുള്ള ചിക്കനുകളുണ്ട്, പല സൈസിലും സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ബോട്ടി വരെ ഉണ്ട് കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് ഇപ്പോൾ പോയപ്പോഴാണ് ഈ കാണുന്നത് ബോട്ടി ഉള്ളത്. ഇത് ആടിൻ്റെ ബോട്ടിയാണ്, ലാമ്പ് സ്റ്റൊമക്ക്. ഇതൊക്കെ ഫ്രഷ് ആയിട്ടുള്ളതാണ്. പിന്നെ തൊട്ടപ്പുറത്ത് മസാല വരട്ടി വെച്ചേക്കണതുണ്ട്, മാരിനേറ്റഡ് ചിക്കൻ. അത് ആ സൈഡിലാണ്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അത് കണ്ടില്ലേ, തന്തൂരി ഹോൾ ചിക്കൻ, തന്തൂരി ലെഗ് പീസ്, പിന്നെ പെരി പെരി ചിക്കൻ, അങ്ങനെയൊക്കെ ആയിട്ട് പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ കിട്ടും. പക്ഷെ ഞാൻ ചെയ്യാറുള്ള ഇവിടെ നിന്ന് സാധാരണ ഫ്രഷ് ചിക്കൻ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ തന്നെ മസാലകൾ കിട്ടും, അത് വാങ്ങിച്ച് മസാല വരട്ടിയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഇത് 1/2 കിലോ 100 രൂപയുടെ ഓറഞ്ച്. പിന്നെ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയത് 1/2 കിലോ 200 രൂപയുടെ ഓറഞ്ച്. ഞാനിതാണ് വാങ്ങിക്കാറ് 1 പൗണ്ടിൻ്റെ 99p. പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സംഭവമാണ് ഗാർലിക് ജിഞ്ചർ ചില്ലി. ഇത് 3ഉം ഈ സെക്ഷനിലാണ് ഉള്ളത്. ചില്ലിക്ക് ഇത്രയുള്ള ഈ ചെറിയ പാക്കറ്റിന് 55p, അതായത് ഒരു 60 രൂപ നാട്ടിലാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക്, അതിന് ഈ 3-4 എല്ലിക്ക് 75p. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര വരും എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ജിഞ്ചർ ചെറിയ 4 പീസിനാണ് എത്രയാ 65p. ഇവിടത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് കൂടുതലല്ല കേട്ടോ. ഞാൻ നാട്ടിലെ ജസ്റ്റ് ഒന്ന് കമ്പാരിറ്റീവ്ലി പറയണമെന്നുള്ളൂ. ഇവിടത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു മാന്യമായ റേറ്റ് തന്നെയാണ്. എനിക്ക് തോന്നണേ ഇവിടുത്തെ ആളുകൾ കുറേ ക്യാബേജിന് തോന്നണം, അതിന് വേണ്ടി ഒരു സെക്ഷൻ തന്നെയുണ്ട്. നാട്ടിൽ വെച്ച് ഞാൻ സൺഫ്ലവർ ഓയിൽ വീട്ടിൽ യൂസ് ചെയ്യണ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഇവിടെ വന്ന് പിന്നെ യൂസ് ചെയ്യണ മൊത്തം സൺഫ്ലവർ ഓയിലാണ്. ഇതിപ്പോൾ 5 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഇതിന് 5.92, അതായത് 5 ലിറ്ററിന് 600 രൂപയോളം. അത് നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് സെയിം ആണ് തോന്നുന്നത്. എനിക്കറിയില്ല കേട്ടോ എത്രയാണെന്നുള്ളത്, ഞാനൊന്ന് ഒരു ഊഹം വെച്ച് പറഞ്ഞതാണ്. പിന്നെ ഓണിയനുണ്ട്. ഓണിയൻ എടുത്ത് നമുക്ക് ട്രോളിയിലോട്ട് വയ്ക്കാം. ഓണിയൻ 1 പൗണ്ട്. പിന്നെ ഗ്രേപ്സ്, ഇതൊക്കെ ഗ്രേപ്സ് ഒരു 500 ഗ്രാംസിൻ്റെ കേട്ടോ. ഗ്രേപ്സ് ഈ കാണുന്നത് 1.37, ഈ നാട്ടിലൊരു 145 രൂപയ്ക്ക് അരക്കും. പിന്നെ ഈ സൈഡ് മൊത്തം കോളിഫ്ലവർ, കുക്കുംബർ, ക്യാരറ്റ്, പിന്നെ കൊറിയാൻഡർ ലീവ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. കാഷ്നട്ട്, പിസ്ത, അതൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ് ഈ വരണത്. ഇത് ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ 2.50, 2.50. 2 എണ്ണമായിട്ട് എടുക്കുകയാണെങ്കിൽ 4 പൗണ്ട്സിനും കിട്ടും. അതായത് മനസ്സിലായല്ലോ എത്ര രൂപയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെയാണ് എല്ലാ സാധനങ്ങളും. അത് മിക്സ് ആയിട്ടുള്ളതായിരുന്നു. പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ വേറെയും വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഈ അറ്റം വരെ പാല് പിന്നെ അവിടെ സെക്ഷനിലുണ്ട്. ഞാൻ ഇങ്ങനത്തെ 2 ചെറുതെടുക്കുള്ളൂ, കാരണം നമ്മുടെ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഇത് കേടാവുന്നുണ്ട്. ഇത് പുറത്ത് വയ്ക്കുമ്പോൾ കേടാവണില്ല, പുറത്ത് നല്ല തണുപ്പാണ്. ഫ്രിഡ്ജിൽ എന്തോ കെമിക്കലിൻ്റെ എന്തോ സീനാണ് ഇടയ്ക്കിടയ്ക്ക് കേടായി പോണത്. തൈര് പോലെ ആവും പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ. പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിലോ ഒരു 4-5 ദിവസം യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2ഉം പൊട്ടിക്കേണ്ട. ഇപ്പോൾ വലിയ കുപ്പിയാണ് വാങ്ങിക്കണമെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം പൊട്ടിക്കുമ്പോൾ അത് കേടായി പോകും. പാലിൻ്റെ കേസ് എന്താ പറയണത്. അല്ല, വലുത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ പൊട്ടിക്കലും കേടായി പോകും ഒരുമിച്ച്. ചെറുതാണ് വാങ്ങിക്കണമെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ച് പിന്നെ ഒരെണ്ണം പൊട്ടിച്ച് അങ്ങനെ യൂസ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഇത് പൊട്ടിച്ച് കഴിയുമ്പോഴാണ് പെട്ടെന്ന് ചീത്താവണത്. പിന്നെ പെപ്സി, കൊക്കക്കോള, സ്പ്രൈറ്റ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാറുണ്ട്. ഇതിനൊക്കെ നമുക്ക് ചിക്കൻ തൈസ് എടുക്കാം കേട്ടോ. അത് 350. പിന്നെ കുറേ ഉണ്ട്, ഞാനത് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം മൊത്തം. ഇന്ന് ടൈം കുറവാണ്, ഇപ്പോൾ ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ടൈം. നമുക്കൊരു 3 എണ്ണം എടുക്കണം. ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം അതുലിന്, ഒരെണ്ണം 2 എണ്ണം മതി, 3 എണ്ണം വേണ്ട. ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഡോറ്. ഇപ്പം നമുക്ക് വീണ്ടും അവരെ കണ്ടുപിടിക്കണം. ഈ സാധനങ്ങൾ കൊണ്ടൊന്ന് അവിടേക്ക് വെക്കണ്ടേ. ഓരോ സെക്ഷന് 20, 26, 27, അങ്ങനെ 1 to എത്ര വരെ ഉണ്ടാവും, 30, 35 വരെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതുപോലെ ഓരോ സെക്ഷനിൽ ഇങ്ങനെ ഉണ്ട്. അപ്പം നമുക്ക് അത് നോക്കി വന്നാൽ മതി. ഇപ്പം ഈ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ ബേക്കഡ് ബീൻസ് സംഭവങ്ങളൊക്കെയാണ്, ഒരു സൈഡിലാണെങ്കിൽ ബിസ്ക്കറ്റ്, സ്നാക്സ്, അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ ആദ്യം വെജിറ്റബിളിൻ്റെ സെക്ഷനിലൊക്കെ പോയിട്ടാണ് ഈ ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ എടുക്കാൻ പോയത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ടൊമാറ്റോ എടുക്കാൻ മറന്നുപോയി. അതെടുക്കാൻ വേണ്ടി വീണ്ടും തിരിച്ചു വന്നേക്കണം ഇപ്പം വെജിറ്റബിളിൻ്റെ സെക്ഷനിലോട്ട്. ടൊമാറ്റോ 99p 1/2 കിലോ.
100 rupees for half kg. റെഡ് ഓണിയനും ഉണ്ട് കേട്ടോ. റെഡ് ഓണിയനും ഉണ്ട്, വൈറ്റ് ഓണിയനും ഉണ്ട്. രണ്ടിനും പ്രൈസ് സെയിം തന്നെ. ഒരു 5 രൂപയുടെ 6 രൂപയുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ ഉണ്ടെങ്കിൽ. നോട്ട് ഷുവർ. പിന്നെ ഈ സൈഡ് മൊത്തം മദ്യത്തിൻ്റെ ഉണ്ട്. ഇവിടെ മൊത്തം ബീറ് പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ. എനിക്കതിൻ്റെ പേരുകളൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇതറിയണവരൊക്കെ നോക്കിക്കോ. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാൻ വേണ്ടി പോവാം. ബ്രെഡ് ഈ സെക്ഷനിലാണ് ഉള്ളത്. നമുക്ക് ഏറ്റത്തേക്ക് പോയി നോക്കാട്ടോ. ഓക്കെ, സാധനം അവിടെ ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. ഞാൻ സ്ഥിരം എടുക്കുന്ന ബ്രെഡ് ഉണ്ട്. എനിക്ക് അധികം ബ്രൗൺ കളറിലുള്ള ബ്രെഡ് ഇഷ്ടമല്ല, കുറച്ച് വൈറ്റിഷ് ആയിട്ടുള്ളതാണ് എനിക്കിഷ്ടം. മിൽക്ക് ബ്രെഡ് പോലത്തെ. അതിവിടെ ഇല്ല. അത് ലെഫ്റ്റ് സൈഡിൽ നോക്കാം, അവിടെ ഉണ്ടാവും മിക്കതും. അവിടെയാണ് ഉണ്ടാവാറുള്ളത്. അത് തന്നെ, ഈ സാധനം തന്നെ ഞാൻ എടുക്കാറുള്ളത്, സോഫ്റ്റ് ബ്രെഡ്. ഇപ്പം ബ്രെഡ് കിട്ടി. പിന്നെ ഇവിടെ ഒരു റാപ്പ് ഇരിക്കുന്നുണ്ട്. നമുക്ക് ചപ്പാത്തി പോലെ എടുത്ത് തിന്നെ. റാപ്പ് എന്നാണ് ഇവിടെ എല്ലാവരും പറയണത്. പിന്നെ അതേ പൊറോട്ട, ഇത് സോസേജ്. പിന്നെ അതേ ഇത് പൊറോട്ട 20 എണ്ണം ഉണ്ടാവും ഒരു പാക്കറ്റിൽ. നാട്ടിലൊരു 400 രൂപയോളം വരും. ഇനി അടുത്തത് കേക്ക്. കേക്ക് എൻ്റെ ഓൾറെഡി ഉണ്ട്, എന്തായാലും ഞാൻ സ്ഥിരം എടുക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിവിടെ ഉള്ളൊരു ഫ്രൂട്ട് കേക്ക്. അത് ഇവിടെ തന്നെ ഉണ്ടാവും, ഈ സെക്ഷനിൽ ഉണ്ടാവാറുള്ളത്. നോക്കട്ടെ കേട്ടോ. ഇതല്ല വേറെയാണ്. അസ്ഡര തന്നെയാണ് എടുക്കാറുള്ളത് ഞാൻ. അത് തന്നെ, ഇത് തന്നെ. ഇപ്പം എടുക്കണില്ല, ചെറിയൊരു പ്രൈസ് വ്യത്യാസമുള്ളൂ, ഒരു 50 രൂപയുടെ. പക്ഷേ എനിക്ക് അസ്ഡരയാണ് ടേസ്റ്റ് ഇഷ്ടം. നമ്മൾ നേരെ നടന്നങ്ങോട്ട് പോണത് ഐസ്ക്രീമിൻ്റെ ഒക്കെ ഫ്രോസൺ ഐറ്റംസിൻ്റെ ഒക്കെ ഏരിയ ആണ്. നമ്മുടെ പർച്ചേസിങ് ഒക്കെ ഏതാണ്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ബില്ല് ചെയ്യാനുള്ള ക്യൂവിൽ നിൽക്കണം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം 5 മണിയായിട്ടുണ്ട്. 5 മണിക്കാണ് ഇന്ന് സൺഡേ ക്ലോസിങ്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കണം. നമ്മൾ ബില്ല് ചെയ്യാൻ പോവാണ്. നമ്മുടെ ലാസ്റ്റ് പരിപാടിയിലോട്ട് നമ്മൾ അടക്കണം. ഇങ്ങോട്ട് വെച്ചാ പോരെ. ഇങ്ങോട്ട് അഞ്ചു റിവാർഡ്സ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അവരെ കുറെ കാശുണ്ടാ. 4 പൗണ്ട് കണ്ട, ഫ്രീ ആയിട്ട് കിട്ടുന്ന കാശാണത്. 430 രൂപ. നാട്ടിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്രൂവലിന് കിടന്നു. ഇടിയാവുന്നോണ്ട് ഞാൻ കൊടുക്കാടാ. എല്ലാ സാധനങ്ങളും ബില്ലടിച്ച് ഇനിയിപ്പോൾ പാക്ക് ചെയ്ത് ഇപ്പോൾ കവറിലാക്കി. ഇനിയിപ്പോൾ ട്രോളിൽ വെച്ച് പുറത്തേക്ക് പോവാ. ട്രോളി പുറത്തുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ബസ്സിൽ കയറിപ്പോകാനാണ് വഴി. കാരണം പുറത്ത് നല്ല മഴയെന്ന് തോന്നണം. പുറത്ത് പോയിട്ട് നോക്കാം നമുക്ക്. They closed. Yes. 5 o'clock. Okay. So we cannot stand here. We need to go outside. Let's wait there. ഷോപ്പ് ക്ലോസ് ചെയ്ത്, അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കാൻ പറ്റൂല. പച്ചമലയാളത്തിൽ പറയാൻ ഇറങ്ങിപ്പോടാ എന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. മഴയാണോ അല്ലേ എന്നുള്ളതൊന്നും അവർ നോക്കൂല. ഇനിയിപ്പം നമുക്ക് ഈ ട്രോളി ഇവിടെ നമുക്ക് തന്നവളുടെ ഏൽപ്പിച്ചിട്ട് ബസ്സിന് പോവാം. കാരണം നല്ല മഴയാണ്. ഇത്രയും സാധനവും പൊക്കിക്കൊണ്ട് നടക്കണ കേസല്ല. ആദ്യം വിചാരിച്ചേ അത് പക്ഷിയുടെ ഒരു എംബ്ലോണെന്ന് വിചാരിച്ചു അതിൻ്റെ മുകളിലിരിക്കണത്. പക്ഷെ അതല്ല, ശരിക്കും ഒരു കിളി അവിടെ മഴയും കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ, ആ ഫ്ലെക്സിൻ്റെ മുകളിൽ. വന്നപ്പോൾ നമ്മൾ നടന്നു വന്ന്. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ നടന്നു നോക്ക് ടാസ്ക്കാണ്. കാരണം ഇത്രയും സാധനമൊക്കെ പിടിച്ച് നല്ല വെയിറ്റ് ഉണ്ട്. നടന്നു നോക്ക് ടാസ്ക്കാണ്. ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട്. പിന്നെ ബസ്സിന് പോകാമെന്ന് വിചാരിച്ച്. അതേ ബസ് സ്റ്റോപ്പ് ബസ് അറൈവ്ഡ്.
ലെറ്റ്സ് ഗോ. ഒറ്റ കയ്യില് എടാ എന്റെ കയ്യില് കാർഡില്ല, ടാപ്പ് ചെയ്യാൻ കാർഡില്ല. നിങ്ങളുടെ ആരെങ്കിലും കാർഡ് ഉണ്ടോ? 2 കാർഡ് ഉണ്ടോ? ഓ ഇപ്പൊ എന്ത് ചെയ്യും? സാബ നിന്റെ 2 കാർഡ് ഉണ്ടോ? ഞാൻ കാർഡ് എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോ സാബര് 2 കാർഡ് ഉണ്ടോ? അത് വെച്ച് ടാപ്പ് ചെയ്യാം. ഇപ്പൊ എന്റെ കയ്യിൽ കാർഡുകൾ കുറെ ഉണ്ടോ, പക്ഷെ ഒരെണ്ണത്തിൽ മാത്രം കാശുള്ളൂ. പിന്നെ പറഞ്ഞു കേട്ടാ 2 ടാപ്പ് ചെയ്താ ഓക്കെ. നിന്റെ 3 കാർഡ് ഉണ്ടോ? എടാ ഇയാളെ വിട്ടെ, ഇവിടെ പുള്ളിക്കാരനെ വിട്ടെ. നമ്മളുടെ ഉണ്ടായിരുന്ന കാർഡൊക്കെ ടാപ്പ് ചെയ്തിട്ട് ടാപ്പ് ആവണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഡ്രൈവർക്ക് പാവം തോന്നിയിട്ടാണ് തോന്നുന്നത്. കയറിയിരിക്കാൻ പറഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടോ. ഇതിപ്പോ നല്ല വെയിറ്റ് ഉണ്ട്, എനിക്ക് വീഡിയോ എടുക്കാൻ വയ്യ, ക്ഷീണിച്ച് സാധനം പൊക്കി നടന്നിട്ട്. അപ്പൊ എത്താനായി, നമ്മുടെ ഫ്ലൈറ്റ് എത്താനായി. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.